ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞത് നമ്മൾ എന്താണ് നമ്മുടെ ഗോൾ, നമ്മുടെ വൈ, നമ്മുടെ ബിലീഫ്, നമ്മുടെ വിഷൻ, കറണ്ട് റിയാലിറ്റി, ഇതിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഓണസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുകയാണ്. സോ നമ്മൾ ഇന്ന് ആ ഒരു ഡോട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. പല ആൾക്കാർക്കും എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഓവർവീംഡ് ആകുക, അല്ലെങ്കിൽ ഒരു ഇനാഡിക്വേറ്റ്, എന്നെ കൊണ്ട് പറ്റുമോ, സ്റ്റക്ക് ആകുക, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം, അങ്ങനെ തോന്നും. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് ഏറ്റവും മനോഹരമായ ഒരു പോയിന്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഗ്യാപ്പ് റീഫ്രെയിം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ റെസ്പോൺസ് ആദ്യം വരുമ്പോൾ ഈ ഗ്യാപ്പ് കാണുമ്പോൾ എന്താ പറയുന്നത്, ഒരു ഡിസ്കറേജ്മെന്റ്, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എത്തിയല്ലോ, ഇനി ഞാൻ എത്ര ദൂരം ഓടണം, ഒരു കമ്പാരിസൺ വരും, ഒരു സെൽഫ് ഡൗട്ട് വരും, അനാലിസിസ് പാരാലിസിസ് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെ തോട്ട്സ് വരും. പക്ഷെ ഞാൻ പറയുന്നു ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ ആണ്. ശരി, ഇതിലൂടെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എക്സാക്ട്ലി എനിക്ക് എവിടെ എന്ത് സ്കില്ല് വേണം, ഏത് റിസോഴ്സ് വേണം, ഏത് ബിലീഫ് വർക്ക് ചെയ്യണം, ഏത് മൈൻഡ് സെറ്റ് വേണം, ഏത് ആക്ഷൻ എടുക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. ഒരു അഫർമേഷനും വിഷ്വലൈസേഷനും കൊണ്ട് നമുക്ക് ഒരിക്കലും അവിടെ റീച്ച് ചെയ്യാൻ പറ്റില്ല. ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കണമെങ്കിൽ ഈ റിയാലിറ്റി ചെക്ക് ചെയ്യണം. ആ ഫോഴ്സ് നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യും. ആ റെസൊല്യൂഷനിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെന്റിന്റെ ഗ്യാപ്പ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ വർത്ത്, സെൽഫ് വർത്ത് ചെക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് അല്ല. ഇതൊരു നമ്മുടെ ജേർണിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. നമുക്ക് ഇതിന്റെ അനാറ്റമി ഓഫ് ദ ഗ്യാപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ നേരത്തെ ഇൻസ്റ്റയിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന ഏരിയയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. അത് നമ്മൾ ചെക്ക് ചെയ്തേ പറ്റൂ, അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഫസ്റ്റ് സ്കിൽ ഗ്യാപ്പ് ആണേ. അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രീമിലേക്ക് എത്താനുള്ള എന്ത് കോമ്പറ്റൻസീസ് ആണ് എനിക്ക് വേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഒരു ചില കാര്യങ്ങൾ പഠിച്ചെടുക്കണം, പേഷ്യൻസ് വേണം, കറേജ് വേണം, അല്ലെങ്കിൽ കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആക്ഷൻ എടുക്കാനുള്ള സ്കില്ല് വേണം. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് സ്കില്ലാണ് എനിക്ക് വേണ്ടത്, അത് നമ്മൾ പഠിച്ചത് നമുക്ക് വേണ്ട സ്കില്ലാണ് ഏതാണ്, നമ്മുടെ ഡ്രീം ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഏത് സ്കില്ലിന്റെ കുറവുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്ത്, അവയർനെസ് ദ ഫസ്റ്റ് സ്റ്റേജ്. എവരി ചേഞ്ച്, ഫസ്റ്റ് ചേഞ്ച് അവയർനെസ് ആണ്. അവെയർ ആകാതെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നത് വെറുതെ, നമ്മൾ എന്താ പറയാ, വെറുതെ ഇങ്ങനെ ആളുകളെ പോകുന്നു, ഞാനും പോകുന്നു. മുമ്പേ ഗമിക്കും ഗോകുത്തന്റെ, പിമ്പേ ഗമിക്കും ഗോക്കളെല്ലാം എന്ന് പറയാറില്ല, അതേപോലെയാണ്. എസ്പെഷ്യലി പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി ഇത്രയും എസ്റ്റാബ്ലിഷ് ആവുന്നതുകൊണ്ട് ഓരോരുത്തർ ചെയ്യുന്നത് വെറുതെ മീനിങ്ലെസ് ആയിട്ട് ചെയ്യലാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത് അവയർനെസ്. ചേഞ്ചിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അവയർനെസ് ആണ്. അവയർനെസ് കിട്ടാൻ പറ്റുന്ന ഒരു നല്ല ഏത് സ്കിൽ എനിക്ക് വളർത്തിയെടുക്കണം. സ്കിൽ ഗ്യാപ്പ്, ഏത് നോളജ് ഗ്യാപ്പ്, ഏത് നോളജ് ആണ്, എന്താണ് എനിക്ക് വേണ്ടത്, ഏത് ഇൻഫർമേഷൻ ആണ് എനിക്ക് ലാക്ക് ചെയ്യുന്നത്, ഇത് എവിടെ എനിക്ക് ഇതൊക്കെ ഞാൻ പഠിച്ചെടുക്കണം. ആ ഒരു നോളജ്. അപ്പൊ നിങ്ങളുടെ ഡ്രീമുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതെനിക്ക് അറിയില്ല, പഠിക്കുക എന്നുള്ളതാണ് നോളജ് ഗ്യാപ്പ് നോക്കുക. അടുത്തത് ബിലീഫ് ഗ്യാപ്പ്, വളരെ പവർഫുൾ. അവിടെയാണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വരുന്നത്, ബിലീഫ് ഗ്യാപ്പിലാണ്. അപ്പോൾ നമുക്ക് ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ റീച്ച് ചെയ്യണം. ഇതിനടുത്ത ഹാബിറ്റ് ഗ്യാപ്പ്, ഭയങ്കര സംഭവമാണ് കേട്ടോ. ഏത് ബിഹേവിയർ ആണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ, എന്താണ് സ്റ്റാർട്ട് ചെയ്യണത്, എപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം, എങ്ങനെ ഞാൻ ഡിഫറെൻ്റ് ആകണം, എങ്ങനെ ഞാൻ സംസാരിക്കണം, ഏത് ബിഹേവിയർ ആണ് എന്നെ കില്ല് ചെയ്യുന്നത്, ഈ ഹാബിറ്റിലേക്ക് എന്നെ റീച്ച് ചെയ്യാൻ സഹായിക്കുന്ന ബിഹേവിയർ ഏതൊക്കെയാണ്, ആ ബിഹേവിയർ ഗ്യാപ്പ് നോക്കുക. ദാറ്റ് മീൻസ് ഹാബിറ്റ് ഗ്യാപ്പ് നോക്കുക, അത് ഫുൾഫിൽ ചെയ്യുക. ദെൻ റിസോഴ്സ് ഗ്യാപ്പ്, അവിടെ ടൂൾസ്, മണി, കണക്ഷൻസ്, ആരുമായിട്ട് കണക്ട് ചെയ്യണം, ഏതെങ്കിലും മെന്റർ വേണോ, അല്ലെങ്കിൽ എനിക്കതിനകത്ത് മണിയുടെ ആവശ്യമുണ്ടോ, വേറെ ഏതെങ്കിലും ടൂൾ എനിക്ക് വേണോ, സ്ട്രക്ചർ, സ്ട്രാറ്റജി, ഇതിലെന്താണ് വേണ്ടത്. അവിടെയാണ് റിസോഴ്സ് ഗ്യാപ്പ്. ടൈമൊക്കെ റിസോഴ്സ് ആണ്. എത്ര ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ദിവസം, ആരുടെങ്കിലും ഹെൽപ്പ് വേണോ, കണക്ഷൻ വേണോ, മണി വേണോ, ഇതൊക്കെ നമ്മൾ നോക്കാം. അടുത്ത റിലേഷൻഷിപ്പ് ഗ്യാപ്പാണ്. ഹൂ ഡു യു നീഡ് അറൌണ്ട് യു. നിങ്ങളുടെ ചുറ്റും നിങ്ങളെ തളർത്തുന്ന ആൾക്കാരാണെങ്കിൽ, പിടിച്ചു വലിച്ച് താഴെയിടുന്ന ആൾക്കാരാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പുതിയ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പുമായിട്ട് അലൈൻഡ് ആകാൻ പറ്റിയാൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. അപ്പൊ ഇതെല്ലാം നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 100% ക്ലാരിറ്റി. അപ്പൊ ഇവിടെ നമുക്ക് മാപ്പിംഗ് എന്ന് പറയാം, മാപ്പിംഗ് യുവർ ഗ്യാപ്പ് ഇൻടു മൈൽ സ്റ്റോൺ. അപ്പൊ ഫസ്റ്റ് 1 മന്തിൽ ഞാൻ എത്രത്തോളം റീച്ച് ചെയ്യണം, സെക്കൻഡ് 30 ഡേയ്സിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, തേർഡ് 30 ഡേയ്സിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിലും ഇതൊരു പേപ്പറിൽ നമ്മളിങ്ങനെ വരയ്ക്കുക. എളുപ്പം ഇതാണ്,
ആദ്യത്തെ ഫസ്റ്റ് 30 ബ്ലോക്ക് എടുക്കുന്നത്. അവിടെ വേറാമായി ഞാനിപ്പോൾ എവിടെയാണ്. രണ്ടാമത്തെ വരയില് വാട്ട് ഐ നീഡ്, എനിക്ക് എന്താണ് വേണ്ടത്. മൂന്നാമത്തെ ബൈ വെൻ, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വളരെ പവർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാപ്പ് നമുക്ക് തന്നെ ക്ലാരിറ്റി കിട്ടും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടത്, എന്നത്തേക്കാണ് വേണ്ടത്, ഈ ഒരു സംഭവം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള എക്സ്റ്റേണലി അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇന്നർ ഗ്യാപ്പ്, നമ്മളൊരു വേർഷനിൽ നിൽക്കുന്ന നമ്മളുടെ ഇന്നർ ഗ്യാപ്പ് ഉണ്ട്. കാരണം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം, നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉള്ളിൽ ഉള്ള ഒരു ഇന്നർ ഗ്യാപ്പ് കൂടെ ഫുൾഫില്ല് ചെയ്തേ പറ്റുള്ളൂ. ഇന്നർ ഗ്യാപ്പ് ഫ്രം ഇൻസൈഡ്. അപ്പോൾ നമുക്ക് ഒരു ആക്ഷൻ എടുക്കണമെങ്കിലും ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ റിസൾട്ടിലേക്ക് നമുക്ക് പോകണമെങ്കിലും നമുക്ക് കുറച്ച് സ്പിരിച്വൽ പ്രാക്ടീസും കൂടെ വേണം. അതായത് ഇന്നർ ഗ്യാപ്പ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ഇന്നർ ഗ്യാപ്പ് ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയായി മാറണം. അതായത് ഒരു അച്ചീവറാണ്, ഇപ്പൊ മണിയാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ എങ്ങനെയുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറണം. അപ്പൊ അതിനുള്ളൊരു ക്വാളിറ്റി, ആ വ്യക്തിയായി മാറാനുള്ളൊരു ക്വാളിറ്റിയും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഇന്നർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അവിടെ പേഷ്യൻസ് വേണം, ഡിസിപ്ലിൻ വേണം, കറേജ് വേണം, ജനറോസിറ്റി വേണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അതുപോലെ അവിടെ നമുക്ക് കൈൻഡ് ആയിരിക്കണം, ലവബിൾ ആയിരിക്കണം. ഇതൊക്കെ ഫില്ല് ചെയ്യണം. എന്നാലാണ് ഇന്നർ ഗ്യാപ്പ് നമ്മൾ ഫുൾഫിൽ ചെയ്യുള്ളൂ. ഇന്നർ ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദാൻ ഔട്ടർ ഗ്യാപ്പ്. അപ്പൊ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെയും കൂടെ ഒരു ക്ലാരിറ്റി വരുത്തുക. then നമുക്ക് ഒരു കറണ്ട് റിയാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഓരോ 30 ഡേയ്സിന്റെ മൈൽ സ്റ്റോണും, 30 ഡേയ്സ് മൈൽ സ്റ്റോൺ, 60 ഡേ മൈൽ സ്റ്റോൺ, 90 ഡേ മൈൽ സ്റ്റോൺ, 120 ഡേ ആൻഡ് 150 ഡേയ്സ് ആൻഡ് ദെൻ 180 ഡേയ്സ്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നോട്ട്ബുക്കിൽ ചെയ്യേണ്ട 3 ഗ്യാപ്പ് കാറ്റഗറി. ഏതെങ്കിലും സ്കിൽ എടുക്കാം, ബിലീഫ് എടുക്കാം, ഹാബിറ്റ് എടുക്കാം, റിസോഴ്സ് എടുക്കാം, റിലേഷൻഷിപ്പ് എടുക്കാം. ഇന്നർ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്നർ ഗ്യാപ്പ് മാറ്റത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. ആ അവയർനെസ് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. തീർച്ചയായിട്ടും ഞാൻ വളരെ നല്ല മനസ്സോടുകൂടി കാര്യപ്രദമാകണം എന്നുള്ള ഇന്റൻഷനാണ് എനിക്കുള്ളത്. അപ്പൊ കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ ഈവൻ മോർ പവർഫുൾ ആയിട്ടുള്ള അടുത്ത ടെക്നിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.